തലശ്ശേരി സീറോ മലബാർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി യേശു ചരിത്ര പുരുഷനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ. യുക്തിവാദികൾക്കെതിരെ പാംബ്ലാനി എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ. അതിൽ യുക്തിവാദിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് അജ്ഞാതനായ തീവ്രവാദി എന്നാണ്. ആരാണ് ഈ അജ്ഞാതനായ തീവ്രവാദി എന്ന് എനിക്കറിയില്ല. ഈ ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ പോൾ ചാലക്കാടിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 25 ക്രിസ്മസ് ആയിട്ട് നമ്മളെല്ലാവരും ആഘോഷിക്കാറുണ്ട്. ഡിസംബർ 25 ക്രിസ്തു ജനിച്ചത് എങ്ങനെയാണ് നിങ്ങൾ കാര്യം കരുതുന്നുണ്ടോ? ക്രിസ്തു ജനിച്ചതുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ആരും ആ ദിവസമാണ് യേശു ജനിച്ചതെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. യേശു ജനിച്ച എന്താണെന്ന് കൃത്യമായ ആളുകൾ പറയുന്നില്ല. ശേഷമാണ് യേശു ജീവിച്ചിരുന്നു എന്നതിന് തെളിവുമായിട്ട് പാംബ്ലാനിയുടെ വീഡിയോ വരുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ തീവ്രവാദ പട്ടികയിൽ പെടാവുന്ന അജ്ഞാതനല്ലാത്ത ഒരു തീവ്രവാദിയാണ് ഞാനും എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് അതിനൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയത്. എൻ്റെ ഒറ്റ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ അത് യേശു ചരിത്ര പുരുഷനാണെന്ന് അംഗീകരിക്കാനും ക്രിസ്ത്യാനിയാകാനും ഞാൻ തയ്യാറാണ്. സിമ്പിൾ ചോദ്യമാണ്. അതിനു മുമ്പ് അദ്ദേഹം യേശു ചരിത്ര പുരുഷനാണ് എന്ന വീഡിയോയുടെ പ്രസക്ത ഭാഗം മാത്രം നമുക്ക് കണ്ടിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്തു ഒരു ചരിത്ര പുരുഷനെ അല്ല എന്നാണ്. ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ക്രിസ്തു ശിഷ്യർ എഴുതിയ പുതിയ നിയമ ഗ്രന്ഥങ്ങൾ ചരിത്ര രേഖകളല്ല എന്നാർക്കാണ് പറയാൻ സാധിക്കുക? വേണ്ട, അതൊരു മതപക്ഷത്തെ വീക്ഷണമാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ ചരിത്രപരതയെ ഈ അജ്ഞാത തീവ്രവാദി നിഷേധിക്കുന്നതിനെ ആ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കും. എന്നാൽ അല്ലയോ അജ്ഞാതനായ തീവ്രവാദി, താങ്കൾ ചരിത്രം വസ്തുനിഷ്ഠമായി പഠിക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിന് വെളിയിൽ ചരിത്രം എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ആ കാലഘട്ടത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് റോമൻ ചരിത്രമാണ്. കാരണം പലസ്തീന റോമിന്റെ സാമന്ത രാജ്യവും പിന്നീട് റോമൻ ഗവർണർ നേരിട്ട് ഭരിക്കുന്ന ഒരു പ്രവിശ്യയുമായിരുന്നു എന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് അറിവുള്ള വസ്തുതയാണ്. അതുകൊണ്ട് റോമൻ ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തിൽ, അതായത് 1-ാം നൂറ്റാണ്ടില്, ക്രിസ്തു മരിക്കുന്നത് AD 30-ാം ആണ്ട് ഏപ്രിൽ 7-ാം തീയതിയാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് വസ്തുനിഷ്ഠമായി കണ്ടെത്താവുന്നതാണ്. ഈ വീഡിയോയുടെ ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് തുടർന്നും വരുന്നത്. എൻ്റെ ചോദ്യവുമായിട്ട് ഇതിന് ബന്ധമില്ലാത്തത് കൊണ്ടും ഈ വീഡിയോ നീണ്ടുപോകുന്നത് കൊണ്ടും ഞാനത് ഇവിടെ നിർത്തുകയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ പല രേഖകളും എടുത്തിട്ട്, പല പുസ്തകങ്ങളുടെ കോട്ടിങ് എടുത്തിട്ട് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ യേശു ജനിച്ചതിന് യാതൊരു തെളിവില്ല എന്ന് എനിക്ക് കാണിക്കാൻ കഴിയും. ലോകത്തുള്ള എല്ലാ ക്രൈസ്തവ സഭയും ഇതിനു മുമ്പും യേശു ചരിത്ര പുരുഷനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ദുർബലമായ തെളിവുകളായിട്ട് രംഗത്ത് വരികയും അതുപോലെ തിരിച്ചു പോയവരുമാണ്. ഇത് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ചോദ്യം സിമ്പിളാണ്. ചോദ്യം ഇതാണ്: യേശുവിൻ്റെ ജനന സമയത്ത് പല അത്ഭുതങ്ങളും നടന്നതായിട്ട് പറയുന്നുണ്ട്. നക്ഷത്രങ്ങൾ ആണ് വഴികാട്ടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല അത്ഭുത കഥകളൊക്കെ തന്നെ പറയുന്നു. അങ്ങനെ നമ്മൾ ഉണ്ണിയേശുവിനെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ, അത്ഭുതം നടന്ന ഒരു ബാലൻ്റെ ജനനം അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ ജനനം എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ അറിയാതെ പോയത്? അങ്ങനെ അവർ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു കൃത്യമായിട്ടുള്ള ചരിത്രം നമ്മൾക്ക് കിട്ടുമായിരുന്നു. ജോസഫ് പാംബ്ലാനി പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ ബുദ്ധനേക്കാളും സോക്രട്ടീസിനേക്കാളും പ്ലാറ്റനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടാകുമായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഈ ഉണ്ണിയേശു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് 30 വയസ്സുള്ള ഒരു യേശുവിനെയാണ്. അപ്പോൾ എൻ്റെ പ്രധാനമായിട്ടുള്ള ചോദ്യം, ഈ ഉണ്ണിയേശു കഴിഞ്ഞ് ഈ 30 വയസ്സായുള്ള യേശുവിന് ഇടയിലുള്ള യേശു എന്തെടുക്കുകയായിരുന്നു? അദ്ദേഹം ആ കാലഘട്ടം വരെ എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരാളുടെ ചരിത്രം ഇല്ലാതെ പോയത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെ നീക്കങ്ങളും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തേണ്ടതാണ്. ആധികാരികമായിട്ടുള്ള ചരിത്രരേഖകൾ വെച്ച്
ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ യേശു ജനിച്ചതാണ് എന്ന് മാത്രമല്ല ക്രിസ്ത്യാനിയാവാനും തയ്യാറാണ്.